സഭയിലെ നിങ്ങളുടെ ഇന്നത്തെ സംഖ്യാബലത്തിന് മുന്നിൽ ഞാൻ തലകുനിക്കുന്നു. പക്ഷേ ഞാൻ ഒന്ന് പറയാം, അയോധ്യയിൽ രാമക്ഷേത്രം ഞങ്ങൾ പണിഞ്ഞിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ വിശ്രമിക്കില്ല. 3 പതിറ്റാണ്ട് മുമ്പ് പാർലമെന്റിൽ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ വാക്കുകളാണിത്. ഇപ്പോൾ രാമക്ഷേത്രം സാധ്യമായിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠയിൽ മോദി പങ്കെടുത്തിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോദി വീണ്ടും അവിടെ എത്തുന്നു. 1 മണിക്കൂറിലധികം അവിടെ റോഡ് ഷോ നടക്കുന്നു. മീററ്റിലെ NDAയുടെ സ്ഥാനാർത്ഥി അരുൺ ഗോവിൽ, അദ്ദേഹം രാമായണത്തിലെ നടനാണ്. അതിൽ ആ ഒരു നടനായി അഭിനയിച്ചതിന്റെ പേരിൽ ഒട്ടനവധി അവാർഡുകൾ നേടിയ ആളാണ്. വലിയ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാമക്ഷേത്രം ഒരു കൊടുങ്കാറ്റായി വീണ്ടും മാറുകയാണോ? ആ കൊടുങ്കാറ്റിൽ ഇന്ത്യ മുന്നണി ചുഴറ്റി എറിയപ്പെടുമോ? എന്താണ് സാറിന് തോന്നുന്നത്? INDIA എന്ന മുന്നണിക്കപ്പുറം ലോകത്തിലെ ഒരു ശക്തിക്കും രാമരഥം എന്ന രാഷ്ട്രരഥത്തിന്റെ പ്രയാണത്തെ ഇനി തടസ്സപ്പെടുത്താനാവില്ല എന്ന് വ്യക്തമായി കഴിയും. കാരണം സോമനാഥ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് ലാൽകൃഷ്ണ അഡ്വാനി ആ രഥയാത്ര തുടങ്ങി ജയ് സോമനാഥ് ജയ് ശ്രീരാം എന്ന് പറഞ്ഞു തുടങ്ങിയ ആ രഥയാത്ര ഭാരതത്തിൻ്റെ ചരിത്രം മാറ്റുന്നതിനുള്ള, പുതിയ ഭാരതത്തെ സൃഷ്ടിക്കുന്നതിനുള്ള ഏറ്റവും നിർണായകമായ ചുവടുവെപ്പായിരുന്നു. ആ ചുവടുവെപ്പ് എല്ലാ തരത്തിലുള്ള വൈതരണികളെയും നേരിട്ട്, ഓർമ്മയുണ്ടല്ലെന്ന് പറഞ്ഞത്, എന്തു വന്നാലും മന്ദിർ മഹീം ബനായെങ്കി, മന്ദിർ മഹീം ബനായെങ്കി എന്ന് പറഞ്ഞ് ആ ദൃഢനിശ്ചയത്തിന് മുമ്പിൽ എതിർത്ത ശക്തികൾ മുഴുവൻ എല്ലാ അർത്ഥത്തിലും തലകുനിച്ചു. അവസാനം കോടതിയുടെ തീരുമാനത്തോടു കൂടി തന്നെ ഭാരതത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ കൂടെ തന്നെ ആ വ്യവസ്ഥയെ വെല്ലുവിളിക്കാതെ, എതിരാളികളെ വെല്ലുവിളിക്കാതെ ഭാരതത്തിലെ ഭൂരിപക്ഷ ജനസമൂഹം ആ സ്വന്തം പൈതൃകത്തിന്റെ ഭാഗമായ രാമക്ഷേത്രത്തെ അവിടെ പുനഃസ്ഥാപിച്ചുവെങ്കിൽ അത് നിലനിർത്തുന്നതിനുള്ള ബാധ്യതയാണ് ഇനി നിൽക്കുന്നത്. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം എന്ന് പറയുന്നത്, രാമക്ഷേത്രത്തിന് അനുകൂലമായ കോടതി വിധി ഉണ്ടായിക്കഴിഞ്ഞപ്പം ആ കോടതി വിധിയെ ഞാൻ അട്ടിമറിക്കും, എൻ്റെ ഭരണം വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധി പണ്ട് ഷവാനു കേസിൽ ചെയ്തതുപോലെ ഒരു സുപ്രീം കൗൺസിൽ ഉണ്ടാക്കി ഞാൻ കോടതി വിധിയെ അട്ടിമറിക്കും എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഗതികേടിന്റെ കാലമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഭാരതത്തിലെ ജനം അറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ആചാര്യ പ്രമോദ് കൃഷ്ണ, രാഹുലിന്റെയും പ്രിയങ്കയുടെയും ഒക്കെ സന്തത സഹചാരിയായിരുന്ന ആചാര്യ പ്രമോദ് കൃഷ്ണ നിർണായകമായ സന്ദർഭത്തില് ഈ കഴിഞ്ഞ ദിവസം ആ വിവരം വെളിപ്പെടുത്തിയത്. സംശയം വേണ്ട, അത് ഭാരതത്തിന്റെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ഭദ്രതയ്ക്കും മുന്നോട്ടുള്ള പോക്കിനും രാമക്ഷേത്രവും രാമസങ്കല്പവും രാമക്ഷേത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രസങ്കല്പവും അനിവാര്യമാണ്. മിഷൻ 400 ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യം, അതിനുള്ള ഏറ്റവും വലിയ ഇന്ധനമായി രാമക്ഷേത്രം മാറും. മിഷൻ 400 എന്ന് പറയുന്നത് രാമക്ഷേത്രം അതിന് പ്രചോദനമാണ്. പക്ഷെ രാമക്ഷേത്രത്തിനൊക്കെ അപ്പുറമായിട്ട് ഭാരതം, അത് രാമക്ഷേത്രം കഴിഞ്ഞ കാര്യമാണ്. അതുപോലെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം എന്ന് പറയുന്നതും കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ വരാൻ പോകുന്ന ഭാരതത്തില്, വരാൻ പോകുന്ന ലോകക്രമത്തില് ഭാരതം എങ്ങനെയായിരിക്കും സംഭാവന ചെയ്യുന്നെന്നുള്ളതിൻ്റെ ഒരു അജണ്ട, ഒരു കർമ്മപരിപാടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ മുന്നോട്ട് വെച്ച കർമ്മപരിപാടിയുടെയും കൂടി അടിസ്ഥാനത്തിൽ രാമക്ഷേത്ര വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതം 400 എന്നുള്ളതിന് അപ്പുറത്തേക്ക് പോകാൻ വഴിയുണ്ട്, സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യം. ഈ BJPയേക്കാൾ മുമ്പിൽ, അതിനേക്കാൾ മുന്നേ രാമക്ഷേത്രം പ്രചാരണം ആയുധമാക്കി മാറ്റിയത് രാജീവ് ഗാന്ധിയാണ്. 1991 അദ്ദേഹത്തിന്റെ പ്രചാരണം ആരംഭിച്ചത് തന്നെ രാമക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പ്രചാരണ
അന്നത്തെ വാഗ്ദാനങ്ങളിൽ രാമക്ഷേത്രം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് കോൺഗ്രസിന് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല? അത് വളരെ നിസ്സാരപ്പെട്ട ഉത്തരവ് അതിനുള്ളൂ. അതിന് വലിയ ഗൗരവമായ ഉത്തരവില്ല. സത്യസന്ധമായിട്ടൊരു കാര്യം ഒരാൾ പറയുന്നതും വെറും രാഷ്ട്രീയ മുതലെടുപ്പിനൊരു കാര്യം പറയുന്നതിൽ വ്യത്യാസമുണ്ട്. രാജീവ് ഗാന്ധിയുടെ പശ്ചാത്തലം അറിയണം. ഭാരതം സ്വാതന്ത്ര്യം നേടിയ ശേഷം ആ സോമനാഥ ക്ഷേത്രം ഗുജറാത്തിൽ പുനഃസ്ഥാപിക്കാൻ പുനർനിർമ്മാണത്തിന് തയ്യാറായപ്പം അതിന് കഴിയാവുന്ന എല്ലാ തടസ്സവും ഉണ്ടാക്കിയ ജവഹർലാൽ നെഹ്റുവിന്റെ കൊച്ചുമകനാണ് ഈ രാജീവ് ഗാന്ധി. അതുപോലെ രാമക്ഷേത്രം അവിടെ ആരംഭദശയിൽ തന്നെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അന്നത്തെ ജില്ലാ ജഡ്ജി KK നായരുടെ മുകളിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തിയ ആളും ഈ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആ നെഹ്റുവിന്റെ കൊച്ചുമകൻ അധികാരത്തിന് വേണ്ടി അധികാരത്തോടുള്ള മോഹം കൊണ്ട്, മോഹം ശരിക്കും ഉണ്ടായിരുന്ന ആളാണ്. മരിച്ചു കിടന്ന ഇന്ദിരയുടെ ശവശരീരം ദഹിപ്പിക്കുന്നതിന് പോലും കാത്തിരിക്കാതെ ഭരണഘടനയുടെ എല്ലാ കീഴ്വഴക്കുകളെയും ലംഘിച്ചുകൊണ്ട് അമ്മയുടെ ശവത്തെ കവച്ചു കടന്നു പോയിട്ട് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താണ് രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധിക്ക് എന്ത് ഭാരതീയ പൈതൃകത്തോട് ബഹുമാനം ഉണ്ടായിരുന്നത്? അതൊന്നുമല്ല. തൽക്കാലം ഷാബാനു കേസിന് മുസ്ലിം പ്രീണനം നടത്തിയതിന് അതിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി ഹിന്ദുപക്ഷത്തെ കൂടെ കെട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു അടവ് ഇറക്കി എന്നുള്ളതേ ഉള്ളൂ. അവിടെ തന്നെ ഒരു കാര്യം കൂടി ഓർത്തോണം. അതെന്താന്ന് പറഞ്ഞാൽ, ആ ക്ഷേത്രത്തിന്റെ പൂട്ടിയ താക്കോല് തുറന്നു കൊടുത്തത് രാജീവ് എന്നൊരു കഥയുണ്ടല്ലോ 86. അതിനെ സംബന്ധിച്ച് ഇപ്പം പുതുതായിട്ടൊന്ന് വെളിപ്പെടുത്തലുണ്ടെന്ന് പറഞ്ഞാൽ അത് രാജീവ് അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. ഇത് പറഞ്ഞത് കമൽനാഥാണ്. രാജീവ് അറിയാതെ അരുൺ നെഹ്റു ചെയ്ത ഏർപ്പാടാണെന്നാണ് ഇപ്പം അദ്ദേഹത്തിന്റെ പേരൊരു ഇൻഫർമേഷൻ കമ്മീഷനൊക്കെ ഒരു ജമ്മു കാശ്മീരിൽ നിന്നുള്ള ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ആളായിരുന്നു, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, വഹീബുള്ള അങ്ങനത്തെ ഒരു പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, ഇത് രാജീവ് ഗാന്ധി അറിഞ്ഞ് ചെയ്തതല്ല, ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധിക്ക് ദേഷ്യം വന്നെന്നാ പറഞ്ഞത്. ഇത് തുറന്നു കൊടുത്തതിന്റെ പേരില്. മാത്രമല്ല, ഒരു കാര്യം കൂടി ചോദിച്ചോണ്ട് ഞാൻ പറയുക, ചന്ദ്രശേഖരന്റെ ഭരണകാലത്ത് രണ്ടു കൂട്ടരെയും ചുരുങ്ങിയ കാലം അദ്ദേഹം ഭരിച്ചുള്ളൂ. ഈ ക്ഷേത്രപക്ഷത്തെയും ഹൈന്ദവ പക്ഷത്തെയും മുസ്ലിം പക്ഷത്തെയും ഒക്കെ അന്ന് ബൈരൻ സിംഗ് ശേഖാവത്ത്, ശരത് പവാർ തുടങ്ങിയവരുടെയൊക്കെ സഹകരണം വഹിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ഈ പ്രശ്നം തീർക്കാനുള്ള സകല വഴിയും ചന്ദ്രശേഖർ ചെയ്തതാണ്. ചന്ദ്രശേഖരന്റെ ഭരണം വന്ന രാജീവ് ഗാന്ധിയുടെ പിന്തുണയിലാണ്. അവസാനം ഇത് ആരോടും പറയണ്ടെന്ന് ചന്ദ്രശേഖർ പറയുകയും ചെയ്തു, തീരുമാനമാകുന്നവരെ. പക്ഷെ ശരത് പവാർ രഹസ്യമായിട്ട് ഈ വിവരം രാജീവ് ഗാന്ധി അറിയിക്കുന്നു. രാജീവ് ഗാന്ധി എന്നിട്ട് അന്ന് ചന്ദ്രശേഖരെ വിളിച്ചു പറയുന്നു, ഒരു ദിവസം എനിക്ക് സമയം തരണം, അതിനുള്ളിൽ കാര്യം തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു ദിവസത്തിനുള്ളിലാണ് ചന്ദ്രശേഖരുടെ ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ച് അയോധ്യയുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് അന്നുണ്ടായിരുന്ന ആ സാഹചര്യത്തെ രാജീവ് ഗാന്ധി ഇല്ലാതാക്കിയത്. അതുകൊണ്ട് താങ്കൾ ചോദിച്ച ഉത്തരം, രാജീവ് ഗാന്ധി ഈ വിഷയം എടുത്തെന്ന് പറഞ്ഞാലും അവിടെ അങ്ങനെ ഒരു കാര്യത്തിനുള്ള ഒരു ആത്മാർത്ഥതയോ താല്പര്യമോ ആ രാമക്ഷേത്ര കാര്യത്തില് അങ്ങനെ പ്രതിബദ്ധതയോ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അവസാനമായ ഒരു കാര്യം കൂടി, 2023 ജനുവരി 5 ത്രിപുരയിൽ അമിത്ഷാ ഒരു പ്രസംഗം നടത്തി. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: 2024 ജനുവരിയിലേക്ക് അയോധ്യയിലേക്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്തുകൊള്ളൂ, അവിടെ രാമക്ഷേത്രം ഉണ്ടായിരിക്കുമെന്ന്. BJP എന്ത് പറഞ്ഞാലും നടപ്പാവും. അങ്ങനെയാണോ? സംശയം എന്താ? കാരണം നടക്കേണ്ട കാര്യമേ പറയുള്ളൂ. നടക്കേണ്ടതും നടത്താവുന്നതുമായ കാര്യമേ പറയുള്ളൂ. ഇപ്പൊ തന്നെ ഒരു കാര്യം ഓർത്തോളൂ, എന്തുകൊണ്ടാണ് ഈ രാമസങ്കല്പത്തിനും രാമക്ഷേത്രത്തിനും പ്രാധാന്യം വന്നത്? ഈ കണ്ടംപററി ഇന്നത്തെ ലോക സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, സോവിയറ്റ് യൂണിയൻ ഉക്രൈൻ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നു, ചൈന ടിബറ്റ് കടന്നു പിടിച്ചു, ഇറാഖ് കുവൈറ്റ് കടന്നു പിടിച്ചു. എന്നാൽ ശ്രീരാമചന്ദ്രൻ ലങ്ക ജയിച്ചു കഴിഞ്ഞിട്ടും അവിടെ തന്റെ അധിനിവേശത്തിന് തയ്യാറായിട്ടില്ല. അവിടെ ലങ്കയിലെ രാക്ഷസർക്ക് തന്നെ വിഭീഷണന് കൊടുത്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. കിഷ്കിന്ധയിലെ രാജാവാകാൻ പോയില്ല, സുഗ്രീവനെ രാജാവാക്കി.
അധിനിവേശമില്ലാത്ത ലോകക്രമത്തിന് അടിത്തറയിട്ടയാളാണ് രാമൻ. മാത്രമല്ല, ലോകം അനുകരിക്കേണ്ട, ഇന്നത്തെ ലോകം പോലും സ്വീകരിക്കേണ്ട, നമുക്കറിയാം അച്ഛനെ കൊന്നിട്ട് അധികാരത്തിലേറിയ മുഗളന്മാരുടെ ചരിത്രം അറിയാം, സഹോദരന്മാരെ കൊന്നതറിയാം. അവിടെയാണ് അച്ഛന്റെ ആജ്ഞ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് പോയിട്ട് താൻ തന്റെ അനുജന് ഭരണ സാഹചര്യം കൊടുത്തത്. മാത്രമോ, ഒരു പ്രജയുടെ ആവശ്യത്തിന് വേണ്ടി പ്രജയ ഒരു ആരോപണം ഉന്നയിച്ചപ്പം സ്വന്തം സീതയെ പോലും വേണ്ടി വന്നാൽ ഉപേക്ഷിക്കാൻ തയ്യാറായ രാമൻ ആനുകാലിക കാലത്തെ ഭരണാധിപന്മാരുടെ മാതൃകയായിരുന്നു. അത് തന്നെയാണ് ആ ഒരു സങ്കല്പത്തിലുള്ള രാമരാജ്യം ലോകത്തിനെല്ലാം ആവശ്യമാണ്. അത് ലോകത്തിന്റെ നമ്മൾ പറയില്ലേ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വത്തിനും നിലനിൽപ്പിനും അനിവാര്യമാണ്. അതുകൊണ്ട് കാലത്തിന്റെ ആവശ്യമാണ് കാലത്തിന്റെ ആവശ്യമായിട്ടാണ് രാമക്ഷേത്രം പണിതതും കാലത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നതിന് തുല്യമാണ് രാമസങ്കല്പവും വീണ്ടും ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നന്ദി സർ.